ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഓർത്ത് നോക്കാം, റെക്കോർഡിംഗ് ഇത്തിരി വൈകി. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കണ്ടന്റ് പഠിച്ച് എന്ന് പറയാ എന്നുള്ളതാണ് കേട്ടോ, വേറെ പോർഷൻ അല്ല. ഇന്ന് ഇൻഡിവിജ്വലി നിങ്ങൾ ഈ കണ്ടന്റ് പറഞ്ഞു പോവുക. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. സെക്കൻഡ് അപ്പൊ പറയാൻ പോകുന്നത് എന്താ? ഡി ബ്രോഗ്ലി ഇക്വേഷൻ അല്ലെ. ഓർത്ത് നോക്കാം, ലാംഡ ഈക്വൽ ടു h ബൈ എം വി. ലാംഡ ഈക്വൽ ടു h ബൈ എം വി കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ആ എം വി എന്ന് പറയുന്നതിന് മെയിൻ ആയിട്ട് എം എന്താ? മാറ്റർ അല്ലെ, ആൻഡ് വേവ്. അങ്ങനെ ഓർത്ത് നോക്കുക അല്ലെ, പാർട്ടിക്കിൾ. അപ്പൊ ഓർത്ത് നോക്കുക, ഡി ബ്രോഗ്ലി പ്രൊപ്പോസ് ദാറ്റ് എങ്ങനെയാ പറഞ്ഞത് അല്ലെ, മാറ്റർ ലൈക്ക് റേഡിയേഷൻ ഷുഡ് ഓൾസോ എക്സിബിറ്റ് എന്തായിരുന്നു? ഡ്യുവൽ അല്ലെ, ഏതായിരുന്നു അത്? ദാറ്റ് ഈസ് എന്തായിരുന്നു? വേവ്, ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടി കേട്ടോ, ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടി കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെ ക്ലിയർ ആയിട്ട് അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് അപ്പൊ ഇക്വേഷൻ കിട്ടി. അത് കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് നെക്സ്റ്റ്. തേർഡ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പഠിക്കുന്നതിന് ക്ലാരിറ്റി വേണം കേട്ടോ, ഓർത്ത് നോക്കാം. ആ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 തിയറി എനിക്ക് കിട്ടും കേട്ടോ, ഓരോ തിയറി കേട്ടോ. ഇപ്പൊ നാളെ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്നത് ഈ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആർട്ട് ഇല്ലേ, അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 തിയറി ഒന്ന് പിക്ക് ചെയ്തു. എന്നിട്ട് അത് ഇൻഡിവിജ്വലി നിങ്ങളെല്ലാം ഇവിടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം. ഒന്ന് ഫസ്റ്റ് കേട്ടോ, ഓർത്ത് കിട്ടുന്ന പോലെ പറഞ്ഞാൽ മതി. ഒരു പോയിന്റ് എങ്കിലും ഷാർപ്പ് ആക്കണം. ദെൻ 2 ചാപ്റ്ററിലെയും ഓൾ ഇക്വേഷൻസ് നമ്മൾ ഇന്ന് എഴുതും. 2 ചാപ്റ്റേഴ്സിലെയും ഓൾ ഇക്വേഷൻസ് എഴുതും കേട്ടോ, ഓർത്ത് നോക്കുക. അതാണ് ചെയ്യുന്നത്. ദെൻ ഓർത്ത് നോക്കുക, ഈ വീക്ക് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സിന്റെ റിവിഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് കണ്ടോ, ഇയാൾ പറയാണ് സൺഡേ ഒക്കെ ഫുൾ ഇവിടെ ഇന്ന് പഠിച്ചോളാം എന്നൊക്കെയാണ് അല്ലെ, കണ്ടോ തീർക്കുന്നു അതുപോലെ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പഠിപ്പിക്കും കേട്ടോ, നീ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ലോ. അല്ലെങ്കിൽ കുറച്ച് ആളുമ്പോൾ പറയും സാർ എന്നെ ചീത്ത പറയാറുന്നല്ലേ, എനിക്ക് പഠിക്കാനായിട്ട് തോന്നിയപ്പോ അല്ലെ. കണ്ടാ ചിരിക്കണ. ഓക്കെ, പഠിക്കണ കേട്ടോ. ഓക്കെ, നമുക്ക് വെറുതെ ഒരു എന്താ പറയാ, ഈ വീക്ക് ആവുമ്പോൾ ഏകദേശം തീർത്ത് കഴിഞ്ഞാൽ സമാധാനമായില്ലേ. എക്സാം ഒക്കെ പല ആൾക്കാർക്കും ഉണ്ട്. അതല്ല, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ, കിട്ടാൻ വേണ്ടി, ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിട്ടാ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കണ കാര്യം പറഞ്ഞ, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ ഹെയ്സൺബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞേ? അതിന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ബൈ 4π. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h ബൈ 4π. ദെൻ അതിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ simultaneously exact position and momentum of an അല്ലെ ഇലക്ട്രോൺ ഓർ സബാറ്റമിക് പാർട്ടിക്കിൾ. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് നോക്കാം. ഇപ്പൊ എത്രേ? 4 ആയില്ലേ? ഏതൊക്കെയായിരുന്നു? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഡി ബ്രോഗ്ലി, ഹെയ്സൺബർഗ്. 3 ആയല്ലോ അല്ലെ, ഓർത്ത് നോക്കാം. ഫോർത്ത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കേട്ടോ. ഫോർത്ത് ഏതാ? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്തായിരുന്നു പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്? അതിന് ഇക്വേഷൻ ഒന്നുമില്ല അല്ലെ, ആ തിയറി മാത്രമേ ഉള്ളൂ. നോ 2 electron like 2 electron in an orbital must have opposite spin. ഒരു ബോക്സിനകത്തെ 2 ഇലക്ട്രോൺ വന്നാ എങ്ങനെയായിരിക്കും സ്പിന്ന്? ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ്. അതാണ് ഡെഫിനിഷനിൽ പറയുന്നത് കേട്ടോ. 2 electron in an orbital. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ബോക്സ്. മസ്റ്റ് ഹാവ് എങ്ങനെ സ്പിന്ന്? ഓപ്പോസിറ്റ് സ്പിൻ കേട്ടോ, ഓർത്ത് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് നോക്കി ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഡിവിജ്വലി ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ പോലെയല്ല, ഓരോരുത്തരോടും ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ 2 electron in an orbital must have opposite spin. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഫോർത്ത് കഴിഞ്ഞു. ഇപ്പോ പോളിസ് എക്സ്ക്ലൂഷൻ ആണ് ഫോർത്തിൽ പറഞ്ഞേക്കുന്നത്. പിന്നെന്തായിരുന്നു ആക്ച്വലി അഫ്വ ഉണ്ട് അതിനടുത്ത്. അഫ്വ പ്രിൻസിപ്പിൾ അറിയണം കേട്ടോ. അപ്പൊ അഫ 6 ആക്കാം കേട്ടോ. അഫ്വ പ്രിൻസിപ്പിളും കൂടി പറയാം. അഫ്വയും അതുപോലെ തന്നെ നമുക്ക് ഹൺസ് റൂളും ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. അഫ്വ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? അഫ്വ പ്രിൻസിപ്പിൾ പറയുന്നത് അഫ്വ ജർമ്മൻ വേർഡ് എന്തായിരുന്നു? ബിൽഡിംഗ് അപ്പ് എന്നാണ് അല്ലെ. ജർമ്മൻ വേർഡ് മീനിങ് ബിൽഡിംഗ് അപ്പ് എന്നാണ്. ദെൻ അതിന്റെ ഡെഫിനിഷൻ എന്താ എഴുതി വെച്ചേക്കുന്നത് നമ്മള്? ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം ദ ഓർബിറ്റൽ ആർ ഫിൽഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജി. അപ്പൊ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കും അല്ലെ? ഇൻക്രീസിങ് ഓർഡർ, ലോവറിൽ നിന്ന് എന്തായിരിക്കും? ഹയർ ചെയ്യുന്നു. അങ്ങനെയാ വരിക അല്ലെ. ഓർത്ത് നോക്കുക. ഒരു ബോട്ടിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോ അല്ലെ, ഒഴിക്കുമ്പോ എവിടെ ആദ്യം ഫില്ല് ആവാ? ലോവർ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അല്ലെ, വാട്ടറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും അല്ലെ. അതുപോലെ ഓർത്ത് നോക്കുക. അപ്പോ എന്തായിരുന്നു? ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദ ആറ്റം ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജീസ്. ഓക്കെ ആണോ? ഓർത്ത് നോക്കുക. ഇപ്പൊ എത്രേ? 5. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് 6. ഇവിടെ ഓർത്ത് നോക്കാം. 6th one ഹൺസ് റൂൾ
കേട്ടോ ഓർത്ത് നോക്കുക. ഹൺസ് റൂൾ. അങ്ങനെ 6 ഹൺസ് റൂൾ. ഹൺസ് റൂൾ എന്താ പറയുന്നത് ശരിക്കും അല്ലെ? അപ്പൊ ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാവൂ? പെയർ ചെയ്യാവൂ. അതാണ് ആദ്യം മനസ്സിൽ ഓർത്ത് വെക്കേണ്ടത്. ഇലക്ട്രോൺ ഫില്ല് ഇൻ ആൻ ഓർബിറ്റൽ ഫസ്റ്റ് സിംഗിളി ഓക്യുപ്പൈഡ് ആൻഡ് ദെൻ പെയറിംഗ്. അതാണ് സ്റ്റേറ്റ്മെന്റ് അല്ല, നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കണ്ടന്റ്. ഇനി ടെക്സ്റ്റുകൾ വേർഡ് എന്താണ് അതിന്? അത് അതുപോലെ തന്നെ പറയാൻ നോക്കുക. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റൽ അല്ലെ? പെയർ ചെയ്യുമ്പോ എങ്ങനെയാണ്? ബിലോങ് ടു ദ സെയിം സബ്ഷെൽ. ഏതൊക്കെയായിരുന്നു? എസ് ഉണ്ടാവില്ല അല്ലെ? ബാക്കിയുള്ള PDF. എസിനെ പറഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് PDF അല്ലെ? ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ, അവിടെ നിന്നുള്ള വേർഡാണ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് until each orbital belong to that subshell got 1 electron each. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. got 1 electron each. That is എന്തായിരുന്നു? സിംഗിളി ഓക്യുപ്പൈഡ്. കേട്ടോ ഓർത്ത് നോക്കുക. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഹൺസ് റൂൾ പറഞ്ഞുതരാം. കേട്ടോ ഓർത്ത് നോക്കുക. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമല്ലോ നമ്മള്. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണ സമയത്ത് അത് സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ പറഞ്ഞു തന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. 1s2 2s2 2p3 കണ്ടോ ഓർത്ത് നോക്കാം. എസില് 2 ഇലക്ട്രോൺസ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുക. ശരിയല്ലേ? ഇവിടെയും എസില് 2 ഇലക്ട്രോൺ. അപ്പൊ എന്ത് വരും? പിയിൽ വരുമ്പോ ഇപ്പൊ 3 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? എത്ര ബോക്സ് ഉണ്ട്? 3. ഡൗട്ട് ഉണ്ടോ ബോക്സ്? ഇത് 3 ഇലക്ട്രോൺ ആണ്. എനിക്കിത് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഇങ്ങനെ പറ്റൂല. ഇങ്ങനെ പറ്റൂല എന്നാണ് ആര് പറഞ്ഞത്? ഹൺസ് പറഞ്ഞു എങ്ങനെ ഫില്ല് ചെയ്യണം? ആദ്യം സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം. 1 1 1 കണ്ടോ ഓർത്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇത്രോ നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പാടില്ല എന്ന്. ആദ്യം എന്ത് കൊടുക്കണം? സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം. 1 1 1 എന്നിട്ട് എന്ത് ചെയ്യാവൂ? പെയറിങ് കൊടുക്കാവൂ. ഐഡിയ മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾ 3 പേര് ഒരു റോയിലല്ലേ ഇരിക്കുന്നേ? എന്റെ കയ്യിലും 3 മിഠായി ഉണ്ട്, 3 ചോക്ലേറ്റ് ഉണ്ട്. അയാൾക്ക് 2 എണ്ണം തനിക്ക് തരാതെ അപ്പുറത്തും കൊടുത്തു. തനിക്ക് വിഷമാവോ? ശരിയാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? 3 എണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 1 1 അങ്ങനെ ചെയ്യണം. ആ രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 4ാമത് ഒരെണ്ണം വന്നാൽ എന്ത് ചെയ്യാം അല്ലെ? ആദ്യം അവിടെ കഴിഞ്ഞു, പിന്നെ ഇയാൾക്ക് കൊടുക്കുക. കണ്ടോ ഓർത്ത് നോക്കുക. അതുപോലെ 4th വന്നാൽ എവിടെ കൊടുക്കും നമ്മള് അല്ലെ? ഇവിടെ ഫില്ല് ചെയ്യും. അപ്പൊ എന്താണ്? ഫസ്റ്റ് സിംഗിളി ഓക്യുപ്പൈഡ്, എന്നിട്ട് എന്ത് ചെയ്യാവൂ? പെയർ ചെയ്യാവൂ. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. വേഗം പഠിച്ചു തുടങ്ങിക്കോ, പറഞ്ഞു കേൾപ്പിക്കണം. ക്രിസ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ റിവിഷൻ ആണ് കേട്ടോ. വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് വീഡിയോ ഓൺ ആക്കുക. ഇപ്പൊ ഇത്ര സമയം പറഞ്ഞ വേറെ ഒന്നുമില്ല. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വരുന്ന എല്ലാ 6 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. അത് പറഞ്ഞ് ഇൻഡിവിജ്വലി കേൾപ്പിക്കാനാണ് പോണേ നമ്മള്. ഫസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അത് വീണ്ടും ഒന്ന് പറയാണ് ഇപ്പൊ ചെയ്തേ കേട്ടോ. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഡി ബ്രോളി ഇക്വേഷൻ. ഡി ബ്രോളി ഇക്വേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് എന്തായിരുന്നു? നമ്മൾ ആ ഓർഡർ തന്നെയല്ലേ ഇട്ടേക്കുന്നത്. ഫസ്റ്റ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, സെക്കൻഡ് ഇല്ല ഡി ബ്രോളി ഇക്വേഷൻ, അത് കഴിഞ്ഞിട്ട് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അത് കഴിഞ്ഞ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ദെൻ അഫ്ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ. അങ്ങനെ 6 കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ക്രിസ് ഒന്ന് എഴുതി വെച്ചോ, എന്നിട്ട് അത് ഇപ്പൊ പറഞ്ഞു കേൾപ്പിക്കണം. അതിന്റെ ഇക്വേഷൻ വിത്ത് ഡെഫിനിഷൻ കേട്ടോ, കാണാതെ പറഞ്ഞ് കേൾപ്പിക്കുക കേട്ടോ. ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ശരിയാവില്ല. ഈ സൺഡേക്കുള്ളിൽ നമുക്ക് ഈ 2 ചാപ്റ്ററിലെയും കണ്ടന്റും കൺസെപ്റ്റും ഇൻഡിവിജ്വലി നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ളതാണ് റൂൾ കേട്ടോ. ഓർത്ത് നോക്കാം, മാറിപ്പോവില്ല. ഓക്കെ, അല്ലെങ്കിൽ പാരന്റ്സിനെ ഞാൻ വിളിക്കും കേട്ടോ. ഓർത്ത് നോക്കുക, ശരിയാവില്ല. രാത്രി ആയാലും എനിക്ക് കുഴപ്പമില്ല, ഞാനിരിക്കും കേട്ടോ. ഓർത്ത് നോക്കുക, പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും, പറഞ്ഞ് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ കേൾക്കും, കൺസെപ്റ്റ് മനസ്സിലാവും, മൈൻഡ് സാറ്റിസ്ഫൈഡ് ആവും, മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടണമെങ്കിൽ ഈ കൺസെപ്റ്റ് ഓക്കെ ആയി അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിന്റെയും മിനിമം ഒരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്ത് പെർഫെക്ഷൻ ആകാം. അങ്ങനെയാണെങ്കിൽ മാർക്കൊക്കെ തനിയെ വന്നോളും കേട്ടോ. ഓർത്ത് നോക്കാം, നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓർത്ത് നോക്കാം, ഞാൻ അതിന്റെ കൺസെപ്റ്റ് എനിക്ക് ഒറ്റത്തിൽ ഇതിൽ പറയാൻ പറ്റും. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഓർഡർ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ റെസ്പോണ്ട് ചെയ്തേ, വീഡിയോ ഓൺ ആക്കുക കേട്ടോ. ബാക്കി കേക്കാം. വീഡിയോ ഓൺ അല്ലല്ലോ, എന്ത് പറ്റി? ഏതാ? ആണോ? എന്നാ കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അറ്റൻഡീവ് ആയിരിക്കണം കേട്ടോ. ഇത് എഴുതി വെച്ചോ 6 എണ്ണം.
ആ ഓക്കെ, അത് വേഗം പഠിച്ചിട്ട് എന്നെ കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് ലോഗ് ഔട്ട് ആയിട്ട് വേണമെങ്കിൽ കയറി നോക്കുക, അപ്പൊ ചിലപ്പോൾ ശരിയാവും കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ വൈകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു 5 അല്ല ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ഇത് പറഞ്ഞു കേൾപ്പിക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഈ ബോർഡിൽ 2 ചാപ്റ്ററിന്റെ ഇക്വേഷൻസ് ഓർഡറിൽ ചെറുതാക്കി കറക്റ്റ് ആയിട്ട് എഴുതാം. അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക, എന്നിട്ട് അതിൽ ക്ലിയർ ചെയ്ത് ആ 2 ചാപ്റ്റർ ഇക്വേഷൻസും പറയാം കേട്ടോ. മെയിൻ എയിം ഇന്ന് ഇതാണ്. അപ്പൊ ആ 2 ചാപ്റ്ററിലെ മെയിൻ ഇക്വേഷൻസ്, ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു 6 അല്ലെ തിയറി നിങ്ങൾ പെർഫെക്റ്റ് ആക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻസുകൾ പതുക്കനെ ഒന്ന് ചെയ്ത് പോവാം കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ എഴുതുന്നത് 2 ചാപ്റ്ററിന്റെ ആണ് കേട്ടോ, ഇക്വേഷൻ മാത്രം. ഡീപ് റോളിംഗ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് മാറ്റർ ലൈക്ക് റേഡിയേഷൻ അല്ലെ? റേഡിയേഷനിൽ എന്തൊക്കെയുണ്ടാവും? 2 പാർട്ടികളാണ് ആക്ച്വലി വരുന്നത്. 2 നേച്ചർ ആണ്. ഒന്ന് ഡ്യുവൽ എന്ന് പറയുമ്പോൾ 2 എണ്ണം അല്ലെ? ഏതൊക്കെയായിരുന്നു? പാർട്ടിക്കിൾ ആൻഡ് വേവ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ അതിൽ പറയുന്നത് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? വേവ് കണ്ടോ, ഈക്വൽ ടു h/mv. എം എന്താണ്? മാസ് കണ്ടോ. ആ മാസ് ആണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ നമ്മൾ ഈ കാണുന്ന ഇത് വേവ് ആണ്. ഇത് കണ്ടോ, ഇത് വേവ് ആണ്. ഇതിന് പാർട്ടിക്കിൾ ഉണ്ടോ എന്ന് അറിയില്ല. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എനർജി അല്ലെ? നമ്മൾ വെയിലെത്തുന്ന എന്ത് കിട്ടും? ചൂടൊക്കെ അടിക്കില്ലേ? അതുപോലെ അതിനൊരു എനർജി വരുന്നുണ്ട്. അതുപോലെ പാർട്ടിക്കിൾ മാസിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അത് കണ്ടെത്തി സയന്റിസ്റ്റ് കേട്ടോ. അപ്പൊ മാസും ഉണ്ട്. മാസ് എന്ന് പറയുമ്പോൾ എന്താ? പാർട്ടിക്കിൾ ആൻഡ് വേവ് കേട്ടോ. അപ്പൊ ഡീപ് റോളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അപ്പൊ തന്നെ പറയേണ്ടത് എന്താണ്? ഡ്യുവൽ നേച്ചർ ഉണ്ട്. ഏതായിരുന്നു? പാർട്ടിക്കിൾ ആൻഡ് വേവ്. പാർട്ടിക്കിളിന് വേണ്ടിയിട്ടാണ് ആ എം കൊടുക്കുന്ന ഇക്വേഷനിൽ കണ്ടോ. ഓർത്ത് നോക്കാം. പാർട്ടിക്കിൾ ആൻഡ് വേവ് കേട്ടോ. ഓർത്ത് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഡി ബ്രോളി പ്രൊപ്പോസ് ദാറ്റ് എന്തായിരുന്നു? മാറ്റർ ലൈക്ക് റേഡിയേഷൻ ഷുഡ് എക്സിബിറ്റ് ഡ്യുവൽ ബിഹേവിയർ. ഏതായിരുന്നു? ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവിന് പ്രോപ്പർട്ടീസ് കേട്ടോ. ഓർത്ത് നോക്കാം.
ഇല്ല കേട്ടോ. ഇവിടെ അല്ലേ പറയാം കേട്ടോ. മാസ് പെർസെൻറ്റേജ് ഈസി ആണെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞേക്കാം. എന്തായിരിക്കും മാസ് ഓഫ് സോല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100, അല്ലെങ്കിൽ മാസ് ഓഫ് ദ വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ടോട്ടൽ കമ്പോണന്റ് ഇൻറ്റു 100. പിന്നെയും ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയുള്ള ഇക്വേഷൻസുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ പഠിച്ചു കഴിഞ്ഞോ എല്ലാവരും? തീരാറായാലും ഏകദേശം അല്ലേ? ഓക്കെ, ചെയ്യുന്നതാണ്. ഇവിടുന്ന് ചോദിച്ചു തുടങ്ങും. ചോദിച്ചു തുടങ്ങുന്ന സമയത്ത് ആ ചോദിക്കുന്ന ആളൊഴിച്ച് ബാക്കി ആൾക്കാരൊക്കെ ഇത് ഒന്ന് എഴുതണമെങ്കിൽ എഴുതാം. കേട്ടോ, ഓർത്ത് നോക്കാം. ചെയ്യുമ്പോൾ പുതിയ പേജിൽ എഴുതണം. ഫസ്റ്റ് സാറിന്റെ പേര് കൊടുക്കണം, സ്ട്രക്ചർ ഓഫ് ആറ്റം. ഒരു പേജിൽ ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രമാവുമോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേജിൽ ഇപ്പൊ ചെറിയ ആൾക്കാർ ചെറുതായിട്ട് എഴുതുമ്പോൾ ആ പേജിൽ പകുതി എത്തുമ്പോഴേക്കും ഇത് തീർന്നുണ്ടാവും. ആ പേജിൽ വേറെ എഴുതരുത്. ഒരു പേജ് ഫുൾ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്ക് വീണ്ടും വീണ്ടും ആഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോ ആ പേജ് വിടാം, പുതിയ പേജ് കേട്ടോ. ഒരു ഫുൾ പേജ് ആയിട്ട് ഇരിക്കണം, അതിന്റെ ഇടയിൽ എടുക്കരുത്. അടുത്ത പേജിൽ ആയിരിക്കണം സ്ട്രക്ചർ ഓഫ് ആറ്റമിന്റെ ഇക്വേഷൻ. അപ്പൊ അതിന്റെ താഴെ സ്പേസ്, ഇപ്പൊ രണ്ടാമത്തെ പേജിലേക്ക് പോയി അവിടെ കഴിഞ്ഞാൽ അവിടെ എഴുതണ്ട. അവിടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ടിപ്സോ പെട്ടെന്ന് ഓർമ്മയിലൊക്കെ വരില്ലേ, അതൊക്കെ ആഡ് ചെയ്യാം. കണ്ടോ, ഓർത്ത് നോക്കാം. ഒരു ഫോൾഡർ പോലെ ഇരിക്കുന്ന, മനസ്സിലായോ? ബ്രെയിനിലൊരു ഫോൾഡർ പോലെ ഇരിക്കും. അപ്പൊ അത് വളരെ ക്ലാരിറ്റിയിലേക്ക് വരും. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇക്വേഷൻസ് എഴുതി ക്ലിയർ ചെയ്ത് വീണ്ടും ഇന്ന് കേട്ടോ ഒരു 3 ടൈം മിനിമം എഴുതണം കേട്ടോ. എഴുതി പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ മാർക്ക്. ഓക്കെ, ഏതാ? ഇത് കൈ. കേട്ടോ, ഓർത്ത് നോക്കാം. മോൾ ഫ്രാക്ഷൻ കൈ A ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്നാണ്. ഓക്കെ, അപ്പോ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ, പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഇപ്പൊ തന്നെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി തുടങ്ങാം കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതാണ്.
എഴുതണോട്ടോ എല്ലാവരും. ഞാൻ കൂടി ക്ലോസർ ആക്കി വെക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കുക. ഇത് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓൾ ഇക്വേഷൻ ആണ്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ 2-3 ഇക്വേഷൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഒന്ന് മാസ് പെർസെന്റേജ്. മാസ് പെർസെന്റേജ് എന്തായിരിക്കും? മാസ് ഓഫ് സോളിഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അതുപോലെ നമ്മളിപ്പോ എന്താണ് മാസ് പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. ടെക്സ്റ്റ് പോലെ ക്വസ്റ്റൻ ആണ്. അപ്പൊ എന്തായിരിക്കും? മാസ് ഓഫ് കാർബൺ എത്രയാ? 12 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടോട്ടൽ മാസ് എത്രയാ? കാർബൺ 12 പ്ലസ് ഓക്സിജൻ എത്ര വരും? അല്ലേ 32 കേട്ടോ. CO2 അല്ലേ? CO2. അപ്പൊ 16 into 2 അപ്പൊ 32 വരും. അപ്പൊ 44. അപ്പൊ 12 ഡിവൈഡഡ് ബൈ 44 into 100. അങ്ങനെ ചെയ്യുമ്പോൾ കാർബണിന്റെ പെർസെന്റേജ് കിട്ടും അല്ലെ? നിങ്ങളുടെ മാർക്കിന്റെ പെർസെന്റേജ് എങ്ങനെയാ? കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. അതേ പാറ്റേൺ ആണ്, മനസ്സിൽ ഓർത്ത് വെക്കുക. അത് എഴുതിയിട്ടില്ല. പിന്നെ ഒരു എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല റിലേഷൻഷിപ്പ്, ആ 2 കൂടിയാണ് ഇതിൽ എഴുതാത്തത്. ബാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സ്പേസ് അവിടെ ഇട്ട് വെക്കുക കേട്ടോ, ഓർത്ത് വെക്കാം. ഇന്നത്തെ ഇതാകെ 6 + 10 16 ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ? ഒന്ന് ആലോചിച്ച് 16 ഇക്വേഷൻസ്. ഓരോ ഇക്വേഷൻസും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾ മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ ഒരു ഇക്വേഷന് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല റിപ്പീറ്റഡ് ആയിട്ട്. ഇനി പറയണമെങ്കിൽ ഒന്ന് ആലോചിക്കുക, 1 മിനിറ്റ് കൂടുതൽ ഒരു ഇക്വേഷൻ പറയാൻ പറ്റുമോ? മോളിക്യൂൾ ടു മാസ് ബൈ മോളാർ മാസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു എന്താണ് മിനിറ്റിൽ എനിക്ക് ഇത് വേണമെങ്കിൽ മിനിമം ഒരു 10 ടൈം പറയാം അല്ലെ? 1 മിനിറ്റ് പോലും വേണ്ട ശരിക്കും. 16 ഇക്വേഷൻസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ 16 മിനിറ്റ്സ് മതി കേട്ടോ, ഓർത്ത് നോക്കാം. വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കണം കേട്ടോ. സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞു നോക്കണം. കിട്ടുന്നതാണ് പറയണ്ടേ. അത് ഇനി ക്ലബ്ബായിട്ട് പറയാൻ നോക്കാം, ഒരു 4 എണ്ണം 3 എണ്ണം. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പറയാൻ നോക്കാം. ഒറ്റയടിക്ക് ഫുള്ള് പറയാൻ പറ്റി കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും, ഓർഡറിൽ കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതൊന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഓൺലൈനിലും സ്ട്രെങ്ത് ഇവിടെയും ഒക്കെ ഏകദേശം സെയിം ആയിട്ട് നിൽക്കുന്നതാണ്. ഓൺലൈനിൽ ഒരാളെ കൊണ്ട് പറയിപ്പിക്കും, ഓഫ്ലൈനിൽ പറയും. ആ രീതിയിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ. ഏതൊക്കെ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു? തിയറി പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഡി ബ്രോളി, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി, പോളിസ്, ആരാ അഫ്വ പ്രിൻസിപ്പിൾ, ഹൻസ് റൂൾ, പോളി പറഞ്ഞെടുക്കാൻ, പോളി സബ്സ്ക്രിപ്ഷൻ പ്രിൻസിപ്പിൾ കേട്ടോ, ഓർത്ത് നോക്കാം. പറയാൻ പറ്റുമല്ലോ? ഓക്കെ. ഇവിടെ ഒന്ന് പറയണം കേട്ടോ, എല്ലാം പറയണം. ഇവിടെ വരിക, നിങ്ങളിങ്ങനെ 1 by 1 ആയിട്ട് പറയാം. ഇവിടെ വന്നിട്ട് പറയണം. ഇതിൽ റാൻഡായിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ തന്നെ അതുണ്ടോ ഇയാള് കൈ ഉയർത്തി വരാനായിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിലുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പറയണം കേട്ടോ. അവര് നിങ്ങളുടെ അടുത്തും പറയും. അവര് പറയുമ്പോൾ ഞാൻ തിരിച്ചു വെക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങോട്ട് വരുത്തും. അവിടെ നിന്നിട്ട് പറഞ്ഞാൽ മതി. എന്നാ ഇനി ഇരുന്നിട്ട് പറയണ്ട, നിന്നിട്ട് പറയാം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ സാധാരണ ഇവിടെ നിർത്തിയാ പറയാറ്. ആക്ച്വലി അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് എന്തും പറയാൻ പറ്റും. പക്ഷെ എക്സാമിന് ഭയങ്കര ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെ, ഓർത്ത് നോക്കാം, പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഈ ഇത്രയും കണ്ടന്റ് എന്നെ കൊണ്ടുപോയിട്ട് കുറെ സയന്റിസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ഒരു ഓർഗനൈസേഷൻ ഫോമിലോട്ട് കൊണ്ടുവന്നിട്ട് പറയാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇനിയിപ്പോ ഇത് പറയണ സമയത്ത് എന്തെങ്കിലും വല്ല തെറ്റ് വന്നാലോ? എന്തോ കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ എന്ത് പേര്? ഓക്കെ. അപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ. ആരാ ഫസ്റ്റ് പറയാൻ പോണേ? കേട്ടോ, ഇവിടെ നടുവിൽ നിന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ, എഴുന്നേറ്റേക്ക് കേട്ടോ. ഓക്കെ, നോക്കാം കേട്ടോ. 2 മിനിറ്റ് കൂടി തരാം കേട്ടോ. പറയാൻ പറ്റുമോ? ചലഞ്ച്. കേട്ടോ, ഓരോന്നായിട്ട് പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ 5 എണ്ണമാണ്, അതിൽ 3 എണ്ണം പറയേണ്ടി വരും. നിങ്ങൾ 3 അങ്ങനെ കൊണ്ടുപോകുന്നത്. ആ റാൻഡായിട്ട് ഞാൻ സെലക്ട് ചെയ്യും. 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടും. പക്ഷെ 0ന് വേണ്ടി സെപ്പറേറ്റ് റൂൾ ആണ്. 0 കൊണ്ട് എന്തിനെ ഡിവൈഡ് ചെയ്താലും എന്ത് പറഞ്ഞു? 0 ഡിവിഷനിൽ അല്ലെ, അത് തന്നെ. അപ്പൊ അതുകൊണ്ട് ആ 0 ആയിട്ട് എടുക്കാൻ പറ്റി. ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് അതിനെ എന്താക്കി 0. അപ്പൊ 0 എന്ന് പറയുന്ന ആൾക്ക് എന്താണ് ആക്ച്വലി അല്ലെ, അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്താൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറും. മനസ്സിലായി? ഓർത്ത് നോക്കാം. നിലവില് ഓൾറെഡി പറയാം. ഇൻഫിനിറ്റി ആണെങ്കിൽ അത് പ്രൂവൺ ചെയ്യണം. മനസ്സിലായി?
സീറോ. ഇൻറ്റു ചെയ്താലും ഡിവൈഡ് ചെയ്താലും സീറോ. അൺഡിഫൈൻഡ് ആണ് ആക്ച്വലി ഇതിനെല്ലാം. ഈ ചോദ്യം ആരാ ആദ്യം ചോദിച്ചത്? ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചത് ആരാണ് ഫസ്റ്റ്? രാമാനുജൻ. കേട്ടോ, ഓർത്ത് നോക്കാം. രാമാനുജൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, എന്നിട്ട് പ്രൂവൺ ചെയ്ത് പുള്ളി വെറുതെ ഇരുന്നല്ല. രാമാനുജൻ എന്ന് പറയുന്ന ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. അല്ല, അതിനെ വേറെ റീസൺ ഒക്കെ വെച്ചിട്ടാണ് പുള്ളി ചെയ്തത്. രാമാനുജൻ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയോ മാത്സിൽ? രാമാനുജ എന്ന് പറഞ്ഞ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് പയ്യനെ കുറിച്ചൊക്കെ അറിയാമല്ലോ, പയ്യൊക്കെ ഉണ്ടായ കഥയൊക്കെ അല്ലെ? അപ്പൊ അതുപോലെ കുറച്ച് തിയറിയും ബാക്കിയാണ്. പക്ഷെ ഈ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആള് ആ സമയത്ത് ചോദിച്ച സമയത്ത് കുറെ ചെയ്ത് കേട്ടു. ഇതുപോലെ ഒരു ചോദ്യം അന്നത്തെ കാലത്ത് ചോദിച്ച സമയത്ത്. പക്ഷെ പിന്നീടാണ്, ആ ടൈമില് ഒന്നും ക്ലാരിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല വരുന്നത്. അപ്പൊ പിന്നെ ഈ സീറോയിന് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു റൂളും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് ആയിട്ട് നിർത്തിയേക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, ഇനി അതാലോചിക്കണ്ട, അത് നോക്കാം. ഇത് തീർക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് ഞാൻ മാത്സ് അല്ലല്ലോ, എന്റെ ഇതൊന്നും പറയണ്ടല്ലോ. അല്ല, കുറെ കഥകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു സന്തോഷവും ക്യൂരിയോസിറ്റിയും വേണ്ടിയിട്ട് പറയുന്നത് കാര്യങ്ങളും പഠിക്കുന്നതാണ്. അപ്പൊ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ ഡയറക്ഷൻ പോകും കേട്ടോ. ഓർത്ത് നോക്കാം. വേറൊരു ദിവസം വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം പുതിയ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും. ഈ അടുത്തിടെ മെറ്റയ്ക്ക് കൊടുത്തൊരു മാത്സ് തെറ്റ് ചെയ്ത് ഏതാന്ന് അറിഞ്ഞോ? ചാറ്റ് ജിപിടിക്ക് അയച്ചോ? ചാറ്റ് ജിപി മാത്സ് പ്രോബ്ലം ചാറ്റ് ജിപിടിയോട് ഇപ്പൊ ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ എല്ലാ ചാറ്റ് ജിപിടിയും തെറ്റിച്ചതാണ് ആക്ച്വലി. 9.7 വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചു. ആണോ? അല്ല. ചാറ്റ് ജിപിടി ഇയാൾ പറഞ്ഞു മനസ്സിലായി. അതാണ് 9.7 ആണ് ആക്ച്വലി. അതാണ് നോക്കിയത്. അതാണ് ചാറ്റ് ജിപിടി നോക്കിയിട്ട് തെറ്റാണെന്ന് പറഞ്ഞു. ഓർത്ത് നോക്കാം. അപ്പൊ അത് എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചാറ്റ് ജിപിടി ക്ലിയർ ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അയാള് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇതാണെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ചാറ്റ് ജിപിടി അത് ചെയ്തിട്ട് ക്ലിയർ ചെയ്തു. പക്ഷെ ബാക്കിയുള്ള എല്ലാം എന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിടി പോലെയുള്ള AIs അല്ലേ എല്ലാവരും കോമൺ ആയിട്ട് കാണിച്ച ഒരു എറർ ഇതാണ്. പഠിച്ചു, അതാ പറഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കി. ഇത് ഈ അടുത്തൊരു ഡിസ്കഷൻ ആണ്. ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ കുറെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോ ആ കഥയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ എന്റെ പോയിന്റ് ഓഫ് ചെയ്യുന്ന ഡയറക്ഷൻ പോകും. എനിക്ക് ഇന്നത്തെ എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അല്ലെ ഇത് പറയണം. പക്ഷെ നിങ്ങൾ ചോദിച്ച കാര്യവും ഒക്കെ നല്ലതാണ് കേട്ടോ. ഓർത്തൊക്കെ റിലവന്റ് ആണ്. അങ്ങനെ തന്നെയാ സയൻസ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നിങ്ങൾ നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക. എന്നിട്ട് നമുക്ക് പല ഡിസ്കഷനൊക്കെ ചെയ്യാം കേട്ടോ. ഓർത്തൊക്കെ നല്ല രസമായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? എന്ത് ചോദിച്ചു? പറ. ബോഡി സൈഡ് അല്ലേ? ഓക്കെ, ഈ സൈഡ് ആണോ മോൻ ഉദ്ദേശിച്ചത്? ഓക്കെ കേട്ടോ, ഓർത്ത് നോക്കാം. ആ സൈഡ് എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഈ സൈഡിൽ എഴുതുക കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ എടുത്ത് എഴുതണം കേട്ടോ. മോൾ ഫ്രാക്ഷൻ ഇതിന് റെപ്രസെന്റ് ചെയ്യുന്ന കൈ എന്നാണ് പറയുന്നത്. ഈ സിംബൽ കേട്ടോ, ഓർത്ത് പോവാ. കൈ ഒരു എക്സ് ഇല്ലേ, ഇറ്റാലിക് ലെറ്ററിന് ഒരു എക്സിൽ ഒരു ചെറിയൊരു ഇത് കൊടുക്കാം. ശരിക്കും അത് ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഒരു ലൈനാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു കേവ് ഇതിങ്ങനെ, അതിന് പേര് എക്സ് ഇട്ടാൽ മതി, കുഴപ്പമില്ല. അങ്ങനെ കൈ എന്നാ പറയാ കേട്ടോ, റെപ്രസെന്റ് ചെയ്യുന്ന കൈ. കൈ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്. അവൻ റെഡിയാണ് അല്ലേ? ഇത് കണ്ടോ, അവനാണ് ഇപ്പോ പറയാൻ പോകുന്നത്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് അവരിലേക്ക് പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. എന്തായാലും എല്ലാവരും എഴുതുകയാണോ? ഒന്ന് ഒരു കാര്യം ചെയ്തോ, എഴുതിക്കോ.
കേട്ടോ. എഴുതി കഴിഞ്ഞിട്ട് പറയിപ്പിക്കാം, അല്ലെങ്കിൽ പിന്നെ ആ സമയം പോകും. വേഗം എഴുതുക കേട്ടോ. ഹെഡിന്ന് ടെയില് അങ്ങനെയാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10 ആണ് ഓർത്ത് നോക്കാം. 3d10 കഴിഞ്ഞാൽ 4p6 ആണ് ഓർത്ത് നോക്കാം. Then 5s2 ആണ് ഓർത്ത് നോക്കാം. Then next വീണ്ടും അല്ലെ ഓർത്ത് നോക്കാം. DPS ഉണ്ടോ, അത് കഴിഞ്ഞ് വീണ്ടും DPS വരുമ്പോൾ എന്ത് വരും? 4d ഉണ്ടോ, അങ്ങനെ പോകും. ഉണ്ടായില്ല. വേറൊന്നുമില്ല, നമ്മൾ ആ കണ്ടന്റ് ഇല്ലേ അതുപോലെ അത് വരച്ചിട്ടുണ്ട്. ആ സംഭവം അത് വരച്ചേക്കുന്നുണ്ടല്ലോ. അഫ ഒന്ന് കാണിച്ചു കൊടുത്തേ അമ്മൻ. അഫ പ്രിൻസിപ്പിൾ ഒന്ന് കൊടുത്തേ, ഒന്ന് ആളുടെ കയ്യിൽ കൊടുത്തേക്ക്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒരു ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണമെങ്കിൽ അത് കാണാതെ പഠിച്ചു വെക്കണം. അങ്ങനെ കാണാതെ പഠിച്ചു വെക്കണമെങ്കിൽ അവിടെ തുടങ്ങുന്നുണ്ടോ 1s കഴിഞ്ഞാൽ ആരോ, പിന്നെ ഇവിടെ ടെയിലിൽ പോണ നോക്കിയ ബാക്കിലേക്ക് 2s ഉണ്ടോ. 2s കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു എന്ന് പറഞ്ഞേ? 2p അല്ലെ. 2p6, പിയിൽ എത്ര വരിക? 6 ആണ് വരിക ഉണ്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു? 3s കണ്ടോ. ആ താഴേക്ക് പോകുന്ന ആരോ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഏതാ മോനെ? 6th ലാംഡ ഈക്വൽ ടു h/mv. 5th rn, റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ. 3d10 അല്ലെ. പിന്നെ p 3d കഴിഞ്ഞാൽ 4p കേട്ടോ. ഓർത്ത് നോക്കുക. അതേ 3d കഴിഞ്ഞിട്ട് ആരോ വന്നേക്കണോ? ശരിക്കും നോക്കുക. പിടിച്ച ആരോ മാത്രം തൊട്ടേ താഴേക്ക് പോയി. ഹെഡ് ടു ടെയിൽ കേട്ടോ. ഓർത്ത് ഇത് കണ്ടോ 1s കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങും കണ്ടോ. 2s കഴിഞ്ഞാൽ 2p, 3s കഴിഞ്ഞാൽ എന്തായിരിക്കും? പിന്നെ ഇവിടെ നോക്കുമ്പോൾ 3p, 4s കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു പറഞ്ഞേ? 3d. ഓർത്ത് നോക്കാം. ഈ 3d മാക്സിമം 10 ഫില്ല് ചെയ്യണേ. അപ്പോ ഇത് നമ്മൾ കാണാതെ 3d10 വരെ പഠിച്ചിരിക്കണം. കണ്ടോ ഓർത്ത് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. ഇനി ടീച്ചേഴ്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ വേറെ വലിയൊരു ഇതിനേക്കാൾ വലിയ നമ്പർ ആണെന്ന് കരുത്. 3d10 എത്തുമ്പോൾ 30 ആയിട്ടുണ്ടാവും. ഒരു 55 ആണ് ചോദിക്കുന്നത് എങ്കിൽ ഇത് വരച്ചിട്ട് ഇത് ചെയ്യാനാണ് നമ്മുടെ ബുക്കിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ കണ്ടെത്താൻ ഒരു ട്രിക്ക് വെച്ചിട്ട് ഒരു സംഭവം കൊണ്ടുവന്നതാണ്. DPS, ഡൽഹി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ്, വീണ്ടും ഡൽഹി പബ്ലിക് സ്കൂൾ, 2 ഡൽഹി പബ്ലിക് സ്കൂൾ, ഒരു ഫെയിൽ ഡൽഹി പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ് DPS, ഫെയിൽ DPS എന്ന് പറഞ്ഞ് ഫെയിൽ DPS. അല്ലെങ്കിൽ ഇത് മുഴുവൻ വരക്കേണ്ടി വരും മോനോ. ഒരു ഓപ്ഷൻ ഉള്ളൂ, ഒന്ന് ഇത് വെക്കുന്നു. അപ്പോ ഇതൊരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണെന്ന് കരുതാം. 55 എഴുതാൻ പറഞ്ഞു. താനിത് എഴുതി വരച്ചൊക്കെ വരുമ്പോഴേക്കും ആ എക്സാമിന് 1 മാർക്കിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി എൻട്രൻസിനൊക്കെ ആണെങ്കിൽ ഷാർപ്പായിട്ട് 30 സെക്കൻഡ് കൊണ്ട് ഇത് വരക്കാതെ കാണാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇപ്പൊ 3d10 വരെ എന്തായാലും നമുക്ക് പഠിക്കേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞാൽ കണ്ടോ DPS കണ്ടോ, അങ്ങനെ എഴുതും. വീണ്ടും DPS അങ്ങനെ എഴുതുള്ളൂ. അത് കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞാൽ പിന്നെ എന്താ 4 കഴിഞ്ഞാൽ 5 കണ്ടോ. ഇവിടെ 3 കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? 4 കഴിഞ്ഞാൽ 5 കഴിഞ്ഞാൽ കണ്ടോ. ഓർത്ത് നോക്കാം. DPS പിന്നെയും വീണ്ടും 5d ഉണ്ട് കണ്ടോ. 3d കഴിഞ്ഞ 4d കഴിഞ്ഞാൽ പിന്നെ 5d അല്ലേ. 5, 6, 7 കണ്ടോ. അപ്പൊ DPS, ഫെയിൽ DPS എഴുതിയിട്ട് അത് ഫില്ല് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഓർത്തിരിക്കാനുള്ള ട്രിക്ക് അല്ല, ഇത് നമ്മൾ പറയുന്ന ഒരു ട്രിക്കാണ് ആക്ച്വലി.
കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ എല്ലാം ഇത് വരച്ചിട്ടാണ് കണ്ടെത്താനായിട്ട്. ഫാസ്റ്റ് ആയിട്ട് കണ്ടെത്തുമ്പോൾ നമുക്ക് ഇപ്പൊ 34 ചോദിച്ചു, മോൻ എന്ത് ചെയ്യും? 3d10 30. 4 എന്ന് പറയുമ്പോൾ 4p4 എന്ന് കൊടുക്കും. മനസ്സിലായോ? ഓക്കെ, മാക്സിമം ഫില്ല് ചെയ്യുന്നതാണ് 3d10 കേട്ടോ. ഇനി അതിന്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പൊ കേട്ടോ. നോട്ട് ഒന്ന് കളക്ട് ചെയ്ത് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇത് കേട്ടോ, പൊട്ടാസ്യം 19 എങ്ങനെ ഫില്ല് ചെയ്ത് നോക്കിയേ? 1s2 2s2 2p6 ആവുമ്പോൾ എത്രയായി നോക്കിയേ? 10. പിന്നെ എന്തോരം? 3s2 12 ഉണ്ടോ? 3p6 18 ഉണ്ടോ? 4s1 ഉണ്ടോ? അപ്പൊ എത്രയാണോ നമ്പർ അത് വെച്ച് അവസാനിപ്പിക്കണം ഉണ്ടോ? അതാണ് ട്രിക്ക്. അപ്പൊ ആദ്യം എന്ത് പഠിക്കണം? എവിടം വരെ പഠിക്കണം? ഇവിടം വരെ കാണാതെ പഠിക്കാൻ നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം, ഒന്ന് പറഞ്ഞു നോക്കി. 1s2 ഈ മുകളിലുള്ളത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കാം, ബാക്കിയുള്ളത് ഫിക്സ്ഡ് ആണ്. 1s2 2p6 ഉണ്ടോ? 3s2. അപ്പൊ ആദ്യം ഇവിടം വരെ പഠിക്കുക, അങ്ങനെ ഉറപ്പിക്കുക. 1s2 2s2 2p6 എന്ന് പറഞ്ഞ് 1s2 2s2 2p6. അത് കഴിഞ്ഞിട്ട് 3s2 3p6 ഉണ്ടോ? ഓർത്ത് നോക്കാം, 3s2 3p6. അത് കഴിഞ്ഞ് 3d ആണ്, അതിന്റെ ഇടയിലാണ് ഈ എനർജിയിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ എഫ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പറഞ്ഞത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഫില്ല് ചെയ്ത് കയറ്റി എടുക്കണം. മനസ്സിലായോ? ഇപ്പൊ 25 ആണെങ്കിൽ എങ്ങനെ ഒരേ വരും ഒന്ന് പറഞ്ഞു നോക്കിയ മോൻ. അതിൽ നോക്കിയിട്ട് 25 ഇവിടെ വരെ 10 ആയില്ലേ? ഇവിടെ വരെ 18 4s2 അല്ലെ? 3d5 അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് ഇപ്പുറത്ത് എഴുതിയേക്കുന്നത്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ വരിക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ വേറെ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അത് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ? ഓർത്തോ. ഇനി ഈ എസിന് ഒരു ബോക്സ് ഉണ്ടോ? ഓർത്ത് നോക്കാം. ഓരോ ബോക്സ് പിക്ക് എത്ര ബോക്സാ? 3 അല്ലെ? അതിനെ ഓർബിറ്റൽ എന്ന് പറയാം കേട്ടോ. ഓർത്ത് നോക്കാം, 3 ഓർബിറ്റൽ ഇൻ പി ബ്ലോക്ക് കേട്ടോ, അല്ലെങ്കിൽ പി ഓർബിറ്റൽ കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഫില്ല് ചെയ്യുന്നതാണ്. ആ ഫില്ല് ചെയ്യുന്ന റൂളുകളാണ് പോളി പറഞ്ഞത്. എന്തായിരുന്നു കണ്ടോ? 2 ഇലക്ട്രോൺ, ഒരെണ്ണം ക്ലോക്ക്വൈസ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും? ആന്റി. ഹൺസ് റൂൾ എന്താ പറഞ്ഞേ? സിംഗിളി ഒക്യുപ്പൈ ചെയ്യണം കണ്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, എനർജി ഓഫ് nth ഓർബിറ്റൽ കേട്ടോ. ഇത് ഇൻറ്റു 10⁻⁻18 ഇൻറ്റു z²/n² കേട്ടോ. നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇക്വേഷൻ എഴുതിയിട്ടില്ലേ? ഓൺലൈനിൽ ആരെങ്കിലും ഏതെങ്കിലും ഇക്വേഷൻ എഴുതാത്തതുണ്ടോ? നിങ്ങൾക്ക് ഇക്വേഷൻസ് കാണാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. ഇക്വേഷൻ എഴുതിയ ആൾക്കാരെ ഒന്ന് മെസ്സേജ് അയക്കേ റെസ്പോണ്ട് ചെയ്യുകയൊന്ന് ചെയ്തേ. നിങ്ങൾ എഴുതിയില്ല? പുസ്തകമായിട്ട് എഴുതിയോ? കംപ്ലീറ്റ് ചെയ്തു. കേട്ടോ. ഓർത്ത് നോക്കാം, എന്റെ മോളിൽ കയറുന്നു കേട്ടോ. ഓർത്ത് നോക്കാം, ഓൺലൈനിലെ ആൾക്കാരെ നോക്കിയിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. പറയേണ്ട തിയറി ഒക്കെ പറയാം. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയണം. 3 പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഞാൻ പറഞ്ഞു, എന്നോട് ഇരുന്നോളാം. ഇക്വേഷൻ പറയാ, അതെന്താന്ന് പറയാം. hν. ഇതിനെന്തായിരുന്നു ആ തിയറിയിൽ പറഞ്ഞ കൺസെപ്റ്റ്? പോളി സബ്സ്ക്രിപ്ഷൻ പ്രിൻസിപ്പിൾ. അത് കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ട് പറയാം. എക്സാമിന് എഴുതാണെങ്കിൽ എങ്ങനെ എഴുതും? അങ്ങനെയായോ? 2 ഇലക്ട്രോൺ ഉള്ളു. ആലോചിക്കുക. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ? പക്ഷെ വേർഡ് ടു വേർഡ് റിപ്പീറ്റേഷൻ വേണം. എന്താ എഴുതിയത് നമ്മൾ? 2 ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ. 2 ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ. ആ ബോക്സിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇൻ ആൻ ഓർബിറ്റൽ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്നുണ്ട്. അത് പക്ഷെ വേർഡിൽ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ വന്നിരുന്നു, ഞാൻ വീണ്ടും ചോദിക്കും കേട്ടോ. എല്ലാം നോക്കണം. ഓഫ് പ്രിൻസിപ്പിൾ കിട്ടുമോ? പറഞ്ഞു. ആര്? അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറ ഫുള്ളായിട്ട്.
വേഗം നോക്കാം കേട്ടോ. എഴുതിയല്ലേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ബുക്കില്? നോക്കാം, അത് നോക്കിയിട്ട് ആ വേർഡ് ടു വേർഡ് കേട്ടോ. നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഒതന്റിക് ആയിരിക്കണം കേട്ടോ. കൺസെപ്റ്റ് മോന് മൈൻഡിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യണം, ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയാൻ നോക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അമൻ വാ. കയറി അവര് ഓൺലൈനിൽ കാണാൻ വേണ്ടി. ഹൺസ് റൂൾ പറഞ്ഞാൽ മതി എന്തായാലും. വേണ്ട, പോളിസി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. That in an option the two electrons in there and both the electrons in the opposite direction, and no two electrons in an atom can have the same set of 4 quantum numbers. Okay, then next Planck's quantum theory. Planck's quantum theory states that radiation can be subdivided into discrete chunks of energy. The smallest he named quantum for the smallest quantity of energy that can be absorbed or emitted as electromagnetic radiation. Good. Let us do one more. Police ചോദിച്ചു de Broglie equation. De Broglie equation states that matter like the equation should show dual behavior, that is, it should show particle and wave-like properties. Good. Let us do ഒരു ക്ലാപ്പ് കൊടുത്തേ. Okay. Then next. അതിന് മുമ്പ് ഓൺലൈനിലെ ആൾക്കാർ പറയിപ്പിക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ, ചോദിക്കുന്ന ആൾക്കാർ വീഡിയോ ഓണാക്കി നല്ല ക്ലാരിറ്റിയിൽ പറയാൻ നോക്കുക കേട്ടോ. ഓർത്ത് നോക്കാം വേണ്ടിട്ട്. ഫസ്റ്റ് അമലാണ് പറയണേ കേട്ടോ. ഓർത്ത് നോക്കാം. അമൽ വീഡിയോ ഓണാക്കാം കേട്ടോ. അമലിനെ കാണാൻ വേണ്ടി അമലിനെ മാത്രം നോക്കുന്നു. ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇല്ല പറ്റില്ല. ഫസ്റ്റ് നമുക്ക് വേണ്ടത് de Broglie equation. de Broglie. Wave-like properties. Right ആണ് കേട്ടോ. ഓർത്ത് വെക്കാം. അതിനെ ഇക്വേഷൻ കൂടി പറഞ്ഞു. Okay. The next Heisenberg uncertainty principle. വെരി ഗുഡ് കേട്ടോ. ആ ഇക്വേഷൻ കൂടി പറഞ്ഞു. h/4π കേട്ടോ. ഗുഡ് ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഒരാൾ കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് പറഞ്ഞാൽ മതി, കാണാൻ പറ്റുമല്ലോ അല്ലെ? ഓർത്ത് നോക്കാം. പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കയറി നിന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റേറ്റ് ഒക്കെ മാറട്ടെ അല്ലെ? ഓർത്ത് നോക്കാം. ഫസ്റ്റ് പറയേണ്ടത് Planck's quantum theory. Planck assumed that radiation can be subdivided into discrete chunks of energy. Okay, very good. Equation കൂടി ചേർത്ത് പറ. Equal to ആണോ? h nu കേട്ടോ. h ഒന്ന് മാറി പോകുന്ന കുഴപ്പമില്ല. നെക്സ്റ്റ് അതിലൊരു പോയിന്റ് കൂടി ഉണ്ട്. He named quantum to the smallest quantity of energy which can be absorbed or emitted in the form of electromagnetic radiation. Electromagnetic radiation. കേട്ടോ. കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Then ഒരെണ്ണം കൂടി. Heisenberg uncertainty principle. Heisenberg said that it is impossible to know the exact position and momentum of an electron simultaneously. Equation delta. അപ്പൊ എക്സാമിന് ഇത് ചോദിച്ചാൽ ഇക്വേഷൻ എന്തായാലും എഴുതണം കേട്ടോ. ഒരു ഇക്വേഷൻ എഴുതാനൊന്നും പറയത്തില്ല, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റും ഇക്വേഷനും എന്തായാലും പറയണം. x into delta p greater than or equal to h by 4π. കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്രിസ് പറയും കേട്ടോ. ഓൺലൈനിൽ ക്രിസ് കേട്ടോ. ഓർത്ത് നോക്കുക. ഓഫ്ലൈൻ ഒരാള്,
ഓൺലൈൻ എങ്ങനെയാ ക്രിസ്തേ ഞാൻ പറഞ്ഞു വീഡിയോ ഓൺ ആക്കിയിട്ട് പറയാന്നല്ലോ ചേട്ടാ വീഡിയോ കംപ്ലൈന്റ് ആണോ ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിക്കും അവിടെ വിളിച്ചു ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ ഷീന എന്ന് പറയുന്ന പ്രൊഫൈൽ ആരാണല്ലേ ആരാ അപ്രജിത്ത് കേട്ടോ ഓക്കെ പറഞ്ഞു വീഡിയോ ഓൺ ആക്കിയിട്ട് പറയാന്നല്ലോ ചേട്ടാ നേരത്തെ വീഡിയോ ഓൺ ആയിരുന്നല്ലോ പിന്നെന്ത് അയ്യോ ഇപ്പൊ എന്ത് ബ്ലാക്ക് കളറിലായിട്ടിരിക്കണം ഓക്കെ കുഴപ്പമില്ല എന്നാലും പറഞ്ഞു കേട്ടോ ഓക്കെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇങ്ങനെ കിടന്നോട്ടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഏതാ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ലേ അത് പറഞ്ഞു പറയുന്നുണ്ടോ ഓർബിറ്റൽ നമ്പേഴ്സ് അത് പറയാം അല്ലെങ്കിൽ എന്തായിരുന്നു അടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ 2 ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ കേട്ടോ നോക്കാം അപ്പോ മനസ്സിലാക്കി പിടിക്കാം ഒരു ബോക്സ് അല്ലെ അതിലൊരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേ എന്തായിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലെ ഓർത്ത് നോക്കാം നെക്സ്റ്റ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയാം അബ്സോർബ് ഓക്കെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ എച്ച് ന്യൂ കേട്ടോ ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയാ ന്യൂ കേട്ടോ ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഓക്കെ ക്ലിയർ നെക്സ്റ്റ് കേട്ടോ നന്നായിട്ട് കറക്റ്റ് ആക്കണം കേട്ടോ ഇത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അടുത്ത ക്ലാസ്സിലും ഇത് ഞാൻ ചോദിക്കും കേട്ടോ ഓർത്ത് നോക്കാം ഇനി സൺഡേ ഒക്കെ എത്തുമ്പോ എന്തായാലും ചിലപ്പോൾ സൺഡേ ക്ലാസ് വെക്കും കേട്ടോ ഓർത്ത് നോക്കാം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ സൺഡേ ഇവിടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും ഓക്കെ കേട്ടോ ഓർത്ത് നോക്കാം ഇവിടെ ഒന്ന് സ്റ്റഡി സെക്ഷൻ ആണ് സ്റ്റഡി സെക്ഷനിൽ പുതിയത് എടുക്കുക എന്നുള്ളതല്ല പരമാവധി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് നോക്കുക നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ മൈൻഡിന് ഒരു പ്രശ്നം വരും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ പറയാൻ പറ്റണം അതർവൈസ് നിങ്ങൾക്ക് അത് പറയാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞു പോകും ഞാൻ വീണ്ടും പറഞ്ഞു തരും അത് കേൾക്കും അതല്ല നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഫസ്റ്റ് പറയേണ്ടത് ഡി ബ്രോഗ്ലി ഇക്വേഷൻ should also show towards the area if that is in both wave and particle length. Equation only പറഞ്ഞു lambda equal to h by mv. Then next Heisenberg uncertainty principle. And it is impossible to simultaneously determine the position and momentum of an electron. Delta x and delta v is greater than or equal to. And one more 3 questions ആണ് Planck's quantum theory. Planck's quantum theory first E equal to h അതിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു ആക്ച്വലി that he assumed that radiation bodies subdivided into discrete chunks of energy. Okay. And he gave the name quantum to the smallest measurable energy that can be emitted or radiated in a electromagnetic radiation. Right ആണ് കേട്ടോ then നെക്സ്റ്റ് ഓൺലൈനിൽ അടുത്ത ആള് then Arjun
വീഡിയോ ഓൺ ആക്കണം കേട്ടോ മോനെ. വീഡിയോ ഓൺ ആക്കുക ഫസ്റ്റ്, എന്നിട്ട് അത് പറയാം കേട്ടോ. ഫസ്റ്റ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി കേട്ടോ. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വീഡിയോ ആണല്ലോ, പറയുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇനി എന്ന് പറഞ്ഞ അർജുൻ ആ മൈക്ക് അടുത്ത് വെച്ചിട്ട് പറയാം കേട്ടോ. നിങ്ങൾ പറയുമേ മൊബൈലിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാനല്ല, കുറച്ച് അടുത്ത് വെച്ചിട്ട് ആ മൈക്കിന്റെ അടുത്ത് നിന്നിട്ട് പറയണം കേട്ടോ. Electromagnetic radiation. Okay, right on. Okay. Next, Pauli's exclusion principle. Pauli's exclusion principle. Pauli's exclusion principle. ഓപ്പോസിറ്റ് സ്പിൻ എന്ന് പറഞ്ഞു. എന്തൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ എന്താ പ്രശ്നമുണ്ടോ വീഡിയോക്ക്? ലാപ്ടോപ്പിലാണ്, ലാപ്ടോപ്പിൽ ഇല്ല, വെക്കാമില്ല, അതുകൊണ്ടാണോ? എന്നാ കുഴപ്പമില്ല, ടെക്നിക്കൽ എറർ ആയിരിക്കും, കുഴപ്പമില്ല കേട്ടോ. അർജുനെ വിശ്വസിക്കുകയാണ് കേട്ടോ. അസ്ട്രോസ് ആ പ്രൊഫൈലുള്ള ആള് കേട്ടോ, ഓർത്തോ. ഓക്കെ കേട്ടോ, അടിപൊളി പേരൊക്കെയാണ് കൊടുത്തത് അല്ലെ പ്രൊഫൈലിന്. അതില് ഡി ബ്രോഡി ഇക്വേഷൻ എന്നും പറഞ്ഞു, ഡി ബ്രോഡി ഇക്വേഷൻ കേട്ടോ. അതിന്റെ ഡെഫിനിഷൻ പറയണം, ഇക്വേഷനും പറയണം കേട്ടോ, ഓർത്തോക. മൈക്ക് ഓൺ ആക്കിയിട്ട് മൈക്ക് അടുപ്പിച്ച് വെക്കണം കേട്ടോ മോനെ, എന്നാലേ അതുപോലെ ഉള്ളൂ. കുറച്ചൊന്ന് അടുത്ത് വെച്ചാൽ മതി, ആ കോളർ മൈക്ക് ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് വേഗം പറയാം. ഇപ്പൊ കേൾക്കാം. വേവ്ലൈക്കാൻ എന്തായിരിക്കും പിന്നെ? പാർട്ടിക്കിൾ കേട്ടോ, വേവ് ആൻഡ് പാർട്ടിക്കിൾ അല്ലെ, വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് ആണ്. ഓക്കെ, ദെൻ ഇക്വേഷൻ എന്തായിരുന്നു അതിന്റെ ഡി ബ്രോളിയുടെ? ലാംഡ ഈക്വൽ ടു h by mv. ഓക്കെ കേട്ടോ, ലാംഡ ഈക്വൽ ടു h by mv ആണ്. ദെൻ നെക്സ്റ്റ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഇക്വേഷൻ പറഞ്ഞു. ഡെഫിനിഷൻ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. Radiation is subdivided into separate chunks of energies. He also gave the quantum theory as the smallest quantity of energy that can be emitted or absorbed by emitted or absorbed in the form of electromagnetic radiation. ഇക്വേഷൻ കൂടി പറഞ്ഞു കേട്ടോ മോനെ, ഇക്വേഷൻ കൂടി പറഞ്ഞു. ഈക്വൽ ടു h. ഓർത്തോക്ക, ആ മൈക്ക് അടുത്ത് വെച്ചപ്പോ നിങ്ങൾക്ക് ഏകദേശം കേൾക്കാൻ പറ്റി അല്ലേ? ഇതിനു മുമ്പ് വരുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. ഓക്കെ, നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൺലൈനിൽ ഇരിക്കുന്ന ഇപ്പൊ ഇതിൽ കാണുന്ന എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇനി ഇവിടെ നിന്ന് ഓഫ്ലൈനിൽ കേട്ടോ ഓർത്തോക്ക, ഇനി രണ്ടുപേരുണ്ട് പറയാനായിട്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് പറയാം. വെരി ഗുഡ് കേട്ടോ. നമ്മുടെ കംഫർട്ട് സോൺ ഇടക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടോ, എല്ലാ ദിവസവും അങ്ങനെ ചെയ്യൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി 2-3 മാസം കഴിയണം അതുപോലെ ചെയ്യാനായിട്ട്. ഇടക്ക് നമുക്കൊന്ന് ബ്രേക്ക് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഡി ബ്രോഡി ഇക്വേഷൻ. wave and particle. The next equation adilla. Pinne nokiya. Okay. Then Pauli's exclusion principle. Note any orbital should contain will have 2 electrons in them, and these 2 electrons must spin in opposite direction. Opposite direction. The next varandada
Heisenberg uncertainty principle. It is It's not possible to determine the at the instant it is not possible to determine the momentum and position of the electron. simultaneously എന്നുള്ള വേർഡ് ചേർത്തേക്കണം കേട്ടോ. simultaneously ഓർത്ത് നോക്കാം. അപ്പോൾ it is not possible, it is impossible to determine simultaneously exact dash and dash. The momentum and position of എനിക്ക് അതാ വേണ്ട കേട്ടോ. momentum and position ഇക്വേഷൻ ഓർമ്മയുണ്ടോ? delta x into കേട്ടോ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇടണം കേട്ടോ. നല്ല വെച്ചായിട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ഡി ബ്രോഡി ഇക്വേഷൻ. ഡി ബ്രോഡി De Broglie proposed that matter-like radiations show dual nature, ഏതൊക്കെയായിരുന്നു ഡ്യുവൽ? ദാറ്റ് ഈസ് dual behavior. that is Wave nature and particle. particle. കണ്ടോ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതുകൊണ്ട് പറഞ്ഞു. It is impossible to determine. It is impossible to simultaneously determine exact position and the momentum. കേട്ടോ വെരി ഗുഡ്. ഓക്കെ കേട്ടോ. അപ്പൊ അറ്റ്ലീസ്റ്റ് അല്ലെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ ഒന്ന് ടൈം വെക്കുക. രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഒരു ടൈം വെച്ചിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വെറുതെ വായിക്കൽ ചെയ്യില്ല. പല ആൾക്കാരും വീട്ടിൽ പോയിട്ട് പഠിക്കണം സ്ട്രക്ചർ ഓഫ് ആറ്റം ബുക്ക് നോക്കുന്നു മറയ്ക്കുന്നു ടീച്ചർ എഴുതിയേക്കുന്നു കൊള്ളാം ഞാൻ ഇത് എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്കത് പറയാൻ പറ്റണം. ഇയാൾക്ക് കൺസെപ്റ്റ് അറിയാം, അതിന്റെ ഒരു കോൺഫിഡൻസ് ഇന്റേണലി ഉണ്ട്, ഞാനത് സാറ്റിസ്ഫൈഡ് ആണ്, മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. പക്ഷേ എന്ത് ചെയ്യാം, അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓർത്ത് വെക്കുക, അത് പഠിക്കണം, ആ വേർഡ് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കുറെ ബുക്ക് വായിക്കാറുണ്ട്. അപ്പോൾ വായിക്കുന്ന സമയത്ത് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടോ, ബുക്ക് കിട്ടുമ്പോൾ തന്നെ വേഗം 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 ഒന്ന് മറച്ച് വേഗം നോക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻജോയ് ചെയ്തോല്ല ചെയ്യാം. അത് ചെയ്യാൻ പാടില്ല. പിന്നീട് മനസ്സിലായി അല്ലെ, അത് നമുക്ക് യാതൊരു ഉപകാരം ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആവുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആവണം കേട്ടോ. ഒന്ന് അപ്രിസിയേറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും തട്ടി ഇങ്ങനെ നമ്മളാണ് അപ്രിസിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ, വേറെ ആരും വരില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഓർത്തൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊക്കെ ഒന്ന് അപ്രിസിയേഷൻ ഒക്കെ ചെയ്ത് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ പഠിക്കുക കേട്ടോ. ഓർത്തൊക്കെ ചിരിക്കുമ്പോ കൈ ഇങ്ങനെ വെച്ച് എന്നിട്ടൊന്ന് ചിരിച്ച് കേട്ടോ. ഓക്കെ, ആ ചിരി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓർത്ത് നോക്കാം. ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടി വന്നാൽ നിങ്ങളൊരു 20 or 30 minutes അതിനുള്ളിൽ ബ്രേക്ക് എടുത്തിരിക്കണം. പർപ്പസ്ഫുള്ളി ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് അല്ല, ഒന്നല്ലെങ്കിൽ ഒരു വെള്ളം കൂടിയ കറക്റ്റ് ഒരു 5 മിനിറ്റ് ടൈം വെച്ചിട്ട് തന്നെ കൊണ്ടുപോകുക. എങ്കിൽ മാത്രമാണ് രസാവുള്ളൂ. നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. എല്ലാ ഇക്വേഷനും അടുത്ത ക്ലാസ്സിൽ എക്സാം ആണ്. ഇത്രയും കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ എത്രയിലായിരിക്കും മാർക്ക്? 16 കേട്ടോ. എത്രയാണ്? 16 മാർക്കിൽ എത്ര കിട്ടും നോക്കാം കേട്ടോ. 16 ഇക്വേഷൻ എക്സാം ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന ഫസ്റ്റ് 10 minutes കേട്ടോ ഓർത്ത് നോക്കുക. ക്ലിയർ ആയിട്ട് അങ്ങ് എഴുതിയിട്ട് ചെയ്യുന്നതാണ്. ഇനി ഒരു കാര്യം ചെയ്യണം, ഇന്ന് വീട്ടിൽ പോയിട്ട് നല്ല രസമായിട്ട് അതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യണം. 1 time ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും കാണാതെ. എല്ലാ ഫോർമുലയും അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് മോഡ്യൂൾ അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 16 ഈക്വേഷൻ എഴുതിപ്പിക്കും. എന്നിട്ട് അപ്പൊ തന്നെ മാർക്ക് കേട്ടോ. ഓർത്ത് നോക്കുക. ഡിക്ലറേഷൻ ഇവിടെ ഉള്ള ആൾക്ക് ഇതൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ 16 ഇക്വേഷൻസ് വീഡിയോ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് അയച്ച് തന്ന് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓർത്ത് നോക്കുക. ഇങ്ങനെ പഠിച്ച് പോകാൻ വേണ്ടിയിട്ടാ ഓർത്ത് നോക്കുക. ദെൻ നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആ ക്വസ്റ്റ്യൻസുകൾ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം നോക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഏകദേശം ഈ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഓർമ്മയിലേക്ക് വന്നു. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മളിങ്ങനെ ചെയ്തു പോകും കേട്ടോ. ഓർത്ത് നോക്കാം. ഇതില് നമ്മളിപ്പോ നോക്കുന്നത് പേജ് നമ്പർ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് 57 അസേർഷൻ ആൻഡ് റീസൺ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 57 കേട്ടോ. ഓർത്ത് നോക്കാം. എടുത്തേ 57. ഫസ്റ്റ് 57 കേട്ടോ. ഈ ബുക്ക് സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിലെ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാ? 57. അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന
ഏരിയ ആണ്. അസേഷൻ റീസണിൽ നമ്മൾ പറയുന്ന എന്തൊക്കെയായിരിക്കും ആക്ച്വലി? ഒരു അസേഷൻ പറയും, പിന്നെന്താണ് ഒരു റീസൺ പറയും അല്ലെ, ഓർത്ത് വെക്കാം. അപ്പൊ അതിന്റെ പോസിബിലിറ്റി എന്താ? ആദ്യത്തെ പോസിബിലിറ്റി അസേഷനും റീസണും കറക്റ്റ് ആണ്, എക്സ്പ്ലനേഷനും കറക്റ്റ് ആണ് അല്ലെ, അങ്ങനെ വരുന്നതാണ്. അങ്ങനെ 4 കാറ്റഗറി ആണ് ആക്ച്വലി കൊടുക്കുക അല്ലെ. രണ്ടാമത് ഇവർ പറയുന്നത് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ്. അവിടെ ഓർത്ത് വെക്കാം. എക്സ്പ്ലനേഷൻ അല്ലെ, ഓർത്ത് വെക്കാം. 2 സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്, പക്ഷെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. സി എന്ന് പറയുമ്പോൾ എന്താ? അസേഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. അവിടെ ഓർത്ത് വെക്കാം. അങ്ങനെയാണ് ഡി. അസേഷൻ ഈസ് ഇൻകറക്റ്റ് ബട്ട് റീസൺ ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ചില സ്ഥലത്ത് എ ബി സി ഡി ഇ വരും. ഇ എന്തായിരിക്കും? അസേഷനും റോങ് ആയിരിക്കും, റീസണും റോങ് ആയിരിക്കും. കേട്ടോ, ഓർത്ത് വെക്കാം. അങ്ങനെ ചിലപ്പോൾ എ ബി സി ഡി ഇ ഇട്ടിട്ടുണ്ടാവും. ഇ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും അല്ലെ, ഓർത്ത് വെക്കാം. ഇത് തന്നിട്ടുണ്ടാവും, എന്നിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. അസേഷൻ പറയുന്നത് ഡി ബ്രോളി ഇക്വേഷൻ ഹാസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ എനി മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. റൈറ്റ് ആണോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഡി ബ്രോളി ഇക്വേഷൻ ഹാസ് സിഗ്നിഫിക്കൻസ് ഫോർ എനി മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. പിന്നെ മാക്രോനാണോ ഡി ബ്രോളി പറയേണ്ടത്? ഡി ബ്രോളി എന്തിനെ കുറിച്ചാ പറഞ്ഞതെന്ന്? ഈ മാക്രോ ആണോ മൈക്രോ ആണോ? ഫുട്ബോളിനെ കുറിച്ചാണോ? വലിയ 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 പാർട്ടിക്കിൾ ആണോ? അല്ല, എന്താണ്? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. കേട്ടോ, ഡി ബ്രോളി എന്ത് പറഞ്ഞാണ്? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ്. കേട്ടോ, ഓർത്തു വെക്കുക. ഡി ബ്രോളി ഓർത്തു വെക്കുക. ഡി ബ്രോളിയുടെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നുണ്ട് അത് എന്തായിരുന്നു? ആക്ച്വലി മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന് മാത്രമാണ് അത് കറക്റ്റ് ആവുള്ളൂ. വലിയ വലിയ പാർട്ടിക്കിളോ വണ്ടിയോ ഒക്കെ ഈ ഇക്വേഷനിൽ ഇടാൻ പറ്റുമോ? ഇല്ല അല്ലെ, മനസ്സിലായി? ഓർത്തു വെക്കാം. അത് കറക്റ്റ് ആയിരിക്കില്ല. വേണമെങ്കിൽ ഇക്വേഷൻ ചെയ്യാം, പക്ഷെ അത് കറക്റ്റ് ആവില്ല, ആക്യുറസി ഉണ്ടാവില്ല അല്ലെ, ഓർത്തു വെക്കാം. ദെൻ റീസണിലേക്ക് പോവാണ്. റീസൺ ഡി ബ്രോളി വേവ് ലെങ്ത് ഈസ് ദി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ഓഫ് ദി ഒബ്ജക്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ ഈക്വൽ ടു h ബൈ എം വി അല്ലെ, ഓർത്തു വെക്കാം. ആ റീസൺ എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ, എക്സ്പ്ലനേഷനും കറക്റ്റ് ആണ്. ഓർത്തു വെക്കുക. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിളിന് വരുന്നതാണ്. ലാംഡ ഈക്വൽ ടു h ബൈ എം വി എന്നല്ലേ ഡി ബ്രോളി പഠിപ്പിച്ചേക്കുന്നത്. ഇവ രണ്ടും റീസൺ ആണ്. അപ്പൊ എന്ത് വരും ആൻസർ? എ. കേട്ടോ, ഓർത്തു വെക്കാം. ഇനി വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞത് ഇവിടെ ആൻസർ കീയിൽ നോക്കുക. ഫസ്റ്റ് ഇത് കണ്ടോ, ഞാൻ ഈ പിടിച്ചേക്കാൻ നോക്കി, ഇങ്ങനെ വെച്ച് പഠിക്കാവൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് എന്താണ്? ആൻസർ കീ. ആൻസർ കീ ഇതിന്റെ ബാക്കിൽ അവിടെ ഉണ്ട്, അവിടെ നോക്കതേ 57A റൈറ്റ് ആണ്. ഇനി ആ റൈറ്റ് ആണെങ്കിൽ പോലും അവിടെ നിർത്തരുത്. അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ എവിടെ ഉണ്ടാവും? ഈ ബുക്കിൽ ഉണ്ടാവും. കേട്ടോ, ഓർത്ത് നോക്കുക. ഈ ബുക്കിൽ നിങ്ങൾക്ക് ഓർത്ത് നോക്കുക, ക്വസ്റ്റിനേക്കാളും കൂടുതൽ എക്സ്പ്ലനേഷനാണ്. എന്തുകൊണ്ടാണ്? നമ്മളിത് മൾട്ടിപ്പിൾ ചോയ്സ് മാത്രമല്ല എല്ലാ ടൈപ്പും നിങ്ങൾ വ്യൂവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റിന്റെ പാറ്റേൺ ഇട്ടേക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഒപ്പം മറ്റേ ക്വസ്റ്റൻസ് ഒക്കെ കിട്ടിക്കോളും ഇത് പഠിക്കുമ്പോൾ. കേട്ടോ, ഓർത്ത് നോക്കുക. ആ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് നിങ്ങൾ നോക്കുക, 57ൽ അവരെ എക്സ്പ്ലനേഷൻ എഴുതിയേക്കുന്നത് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആദ്യം ഒരു എഴുതിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഡി ബ്രോളി ലാംഡ ഈക്വൽ ടു h ബൈ എം വി ബിക്കോസ് ഇതിന്റെ ആൻസർ കീ ആണ് വായിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇൻവേഴ്സ്ലി റിലേഷൻഷിപ്പ് ഓഫ് വേവ് ലെങ്ത്. കണ്ടോ, ഇക്വേഷനിലുണ്ട്. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ അല്ലെ ലാംഡ ഈക്വൽ ടു എന്തായിരുന്നു? h ബൈ എം വി എന്നല്ലേ കൊടുക്കുക. അപ്പൊ 1 ബൈ എം വി ആണ് അല്ലെ. മാസ് ഇൻക്രീസ് ചെയ്താൽ വേവ് ലെങ്ത് കുറയും. അതാണ് ഇൻവേഴ്സ്ലി അല്ലെ. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻവേഴ്സ്ലി എന്നുള്ളതിന്റെ വേർഡിങ് മീനിങ്ങോ എന്തെങ്കിലും മനസ്സിലാവാത്താണെങ്കിൽ കേട്ടോ ഡയറക്റ്റ് എന്നോട് ചോദിക്കണം കേട്ടോ. ക്ലിയർ ആയ? അടുത്ത അസേഷൻ ബുക്ക് ഉള്ള ആൾക്കാരൊന്ന് വായിച്ചേ. വായിച്ചു ഉറക്കാൻ വായിച്ചു. 58. പുറത്തു നോക്കാം. റീസൺ വായിച്ചോ. റീസൺ ഇത് വളരെ ഡയറക്റ്റ് ആണ് അല്ലെ. പുറത്തു നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്നതാണ് ആക്ച്വലി ദ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ RN റേഡിയസ് ഓഫ് nth ഓർബിറ്റൽ എന്തായിരുന്നു പഠിപ്പിച്ചത്? 52.9 n² ബൈ z PM. PM എന്ന് പറഞ്ഞാൽ എന്താ? പൈക്കോമീറ്റർ. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁻10. ഇത് എത്രയാ? 10⁻⁻12. അപ്പൊ ആങ്സ്ട്രോത്തിലേക്ക് മാറ്റണമെങ്കിൽ 2 ഡിജിറ്റ്. മനസ്സിലായി? അപ്പൊ എന്തായിരിക്കും? 0.529 n² ബൈ z ആങ്സ്ട്രം. എന്തോ 0.53 ഇല്ല, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞ് റേഡിയസ് അല്ലേ. കോൺസ്റ്റന്റ് ആണ്. അതല്ല റൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചേ കേട്ടോ. ഓർത്ത് നോക്കി, ഇതിനെ ഒന്നും റൗണ്ട് ചെയ്യരുത് കേട്ടോ. അത്രയും എന്താണ്
കറക്റ്റ് വാല്യൂ ആക്യുറേഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു മാർക്ക് തരൂല. ഓർത്ത് നോക്കാം. ബാക്കി ചില സ്ഥലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ. ഇത് ഒരു വളരെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തേക്കുന്ന വാല്യൂ ആണ്. അതുകൊണ്ട് 0.529 n²/z എന്താണ് ആങ്സ്ട്രം. ആങ്സ്ട്രോം pm ഓക്കെ അല്ലെ. ഓർത്ത് നോക്കാം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞാണ് രാത്രി അല്ലെ. എന്തായിരുന്നു വാട്ട് നാനോമീറ്റർ ഈക്വൽ ടു എത്ര മീറ്റർ അറിയാലോ. 1 ആങ്സ്ട്രം ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. അപ്പൊ നാനോമീറ്റർ 10⁻⁹, ആങ്സ്ട്രം 10⁻⁻10, പൈക്കോമീറ്റർ 10⁻⁻12. ഇത്രയാണ് കെമിസ്ട്രിയിൽ കൂടുതൽ വരുന്നത്. പിന്നെ മൈക്രോമീറ്റർ വരാറുണ്ട്. അത് എത്രയാ മൈക്രോൺ എന്നൊക്കെ പറയും അല്ലെ. നമ്മൾ ഇതിന്റെ തിക്നെസ് ഒക്കെ മൈക്രോണിലാണ് പറയാം. അത് എത്രയാ 10⁻⁻6 മീറ്റർ. ഓർത്ത് നോക്കാം. 1 മൈക്രോൺ ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. പിന്നെ മില്ലിമീറ്റർ എന്ന് പറയും എന്തായിരിക്കും 10⁻³ കേട്ടോ. ഓർത്ത് നോക്കാം മീറ്റർ. അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ ക്ലിയർ. ദെൻ നെക്സ്റ്റ് അടുത്ത ആൾ വായിച്ചോ. 59. Assertion. Energies of the orbital in hydrogen or hydrogen-like species depend only on the quantum number. Reason. Energies of the orbitals in multi-electron atoms depend on quantum numbers n or n and l. N and L അല്ലെ. ഓർത്ത് നോക്കാം. ആദ്യം നോക്കാം. എനർജി ഓഫ് ദ ഓർബിറ്റൽ ഇൻ ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷ്യസ് ഡിപ്പെൻഡ് ഓൺലി ദ ക്വാണ്ടം നമ്പർ n. വാട്ട് ഡു യു മീൻ ക്വാണ്ടം നമ്പർ n? n means principal quantum number. n means principal quantum number. Principal quantum number ഏതൊക്കെയായിരുന്നു? 1 എന്ന് പറഞ്ഞാൽ k shell, 2 എന്ന് പറഞ്ഞാൽ l shell, 3 എന്ന് പറഞ്ഞാൽ m shell അല്ലെ. ഓർത്ത് നോക്കുക. ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോ അവര് ചോദിക്കുകയാണ്, അവർ പറയാൻ എനർജി ഓഫ് ദ ഓർബിറ്റൽ ഇൻ ഹൈഡ്രജൻ ആറ്റം അതിലെന്തായാലും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്. അത് റൈറ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? റൈറ്റ്. ഇനി റീസൺ നോക്കാം. റീസൺ എനർജി ഓഫ് ദ ഓർബിറ്റൽ ഇൻ ദ മൾട്ടി ഇലക്ട്രോൺ ആറ്റം. ഹൈഡ്രജൻ മൾട്ടി ഇലക്ട്രോൺ ആണോ? അപ്പൊ അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ലെ. അപ്പൊ അസേഷൻ പറയുന്നത് ഹൈഡ്രജനെ കുറിച്ച് അല്ലെ, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനെ കുറിച്ച്. ഇവിടെ എന്താ പറയുന്നത്? മൾട്ടി ആണ്. അപ്പൊ തന്നെ അത് മാറി അല്ലെ. മൾട്ടി ഇലക്ട്രോൺ ആറ്റം ഡിപ്പെൻഡ് ഓൺ ദി ക്വാണ്ടം നമ്പർ. ഏതൊക്കെയായിരുന്നു? n and l. മൾട്ടി ഇലക്ട്രോൺ എന്തായാലും എന്നും എല്ലും ഡിപ്പെൻഡ് ചെയ്യും. എൽ എന്ന് പറഞ്ഞാൽ എന്താ? അസിമിത്തൽ ക്വാണ്ടം നമ്പർ. അതിൽ ഏതൊക്കെ വരുന്നത്? വാട്ട് ഡു യു മീൻ അസിമിത്തൽ ക്വാണ്ടം നമ്പർ? സബ് ഷെൽ. വാട്ട് ഡു യു മീൻ സബ് ഷെൽ? SPDF അല്ലെ. ഓർത്ത് നോക്കാം. SPDF വരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. പക്ഷെ ഇവര് തമ്മിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ റൈറ്റ് ആണോ? ഒരെണ്ണം ഹൈഡ്രജനും പിന്നെ മറ്റേ മൾട്ടി ഇലക്ട്രോണും ആണ്. റീസൺ ആണോ? അല്ല. അപ്പൊ എന്ത് വരും? ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ബട്ട് എന്താണ്? എക്സ്പ്ലനേഷൻ നോട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. എക്സ്പ്ലനേഷൻ നോട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അടുത്ത ആൾ വെച്ചു 60. It is impossible to determine the exact position and exact momentum of an electron simultaneously. ഏതിൽ വഴിയാണത്? Heisenberg. ഹൈസൻബർഗ് കേട്ടോ. പെട്ടെന്ന് കിട്ടണം കേട്ടോ. എനിക്ക് ആഗ്രഹം അതാ. അല്ലാതെ നമ്മള് അങ്ങനെ കിട്ടിയാലാണ് രസമാവുക, ചില്ലായ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കും അല്ലെ. ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൗണ്ട്. അപ്പൊ നമുക്കത് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് അല്ലേ? അസേർഷൻ റീസൺ അല്ലെ റൈറ്റ് ആണ്. നെക്സ്റ്റ് റീസൺ എന്താണ്? Energy is required in shifting away the negativity. അല്ല അതല്ല. റീസൺ മാറിപ്പോയി. The path of an electron in an atom is clearly defined. അല്ലെ. ഒന്നാമത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദ പാത്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആറ്റം ഈസ് ക്ലിയർലി ഡിഫൈൻഡ് അല്ലെ. അത് വല്ല റീസൺ ആയിട്ട് വല്ല റൈറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തായാലും ബന്ധമില്ല. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ദ പാത്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്ലിയർലി ഡിഫൈൻഡ്. ക്ലിയർലി ഡിഫൈൻഡ് ആണോ? അല്ല. അവിടെ ഓർത്ത് നോക്കാം. അപ്പൊ എന്താ റീസൺ? റോങ് ആണ്. റീസൺ എന്താ? റോങ് ആണ്. അവിടെ ഓർത്ത് നോക്കാം. പാത്ത് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആക്ച്വലി വരുന്നത്? പാത്ത് ഓഫ് ഇലക്ട്രോൺ ആണോ നമ്മൾ കണ്ടത്? പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്മൾ എന്താ പറയുന്നത്? പൊസിഷൻ. ഇക്വേഷൻ എന്തായിരുന്നു? അതില് വേണ്ട എന്തായിരുന്നു? പാത്താണോ പറയണ്ടേ? പൊസിഷൻ. ഡെൽറ്റ എക്സ് മീൻസ് പൊസിഷൻ. അവർ ചോദിക്കാണ് പൊസിഷൻ വരും പാത്ത്. അപ്പൊ ചില കുട്ടികളിൽ തെറ്റിപ്പോവും. ഇത് കാണുമ്പോൾ തന്നെ പാത്ത് പൊസിഷൻ ഒക്കെ ഒരുപോലെയാണ് അല്ലെ. ആണോ? അല്ലെ. പുറത്ത് നോക്കാം. ആ പാത്ത് എന്ന് പറഞ്ഞ മൂവ്മെന്റ് ആണ്. ഇയാളുടെ പൊസിഷൻ ആൻഡ് പാത്ത് അല്ലെ. അത് രണ്ടും ഡിഫറെന്റ് അല്ലേ. പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇയാളുടെ താനിപ്പോ വന്ന വഴി അല്ലെ. അപ്പൊ തന്റെ പാത്ത് എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തന്റെ ഡയറക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന വഴിയാണ് പാത്ത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിൽ എവിടെ നിൽക്കുന്നു അല്ലെ. അതാണ് ആക്ച്വലി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. പുറത്ത് നോക്കാം. അപ്പൊ അത് വളരെ രസമായിട്ട് അവർ തന്നിട്ടുണ്ട്. പുറത്ത് നോക്കാം. റീസൺ റോങ് ആണ് അല്ലെ. അപ്പൊ ഏത് വരും? സ്റ്റേറ്റ്മെന്റ് സി അല്ലെ. സി വരും. പുറത്ത് നോക്കാം. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ ബാക്കി പോയി വായിച്ചിരിക്കണം. നിങ്ങൾക്ക് അറിയുമെങ്കിൽ പോലും എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ടാണ്
ഞാൻ അത് എടുത്ത് പറയുന്നത്. നിങ്ങളിത് എടുക്കുക, അതിന്റെ റീസൺ ഉണ്ടാവും, ആ റീസണിൽ അപ്പൊ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഐഡിയ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലാരിറ്റിയിലേക്ക് മനസ്സിലാക്കി വെക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ ഈ ബുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ ഡിസ്കസ് ചെയ്യുക, ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇപ്പൊ വായിച്ച ക്വസ്റ്റ്യൻ ഒന്ന് ടിക്ക് ചെയ്തിട്ട് പോയേ. ഇപ്പൊ വായിച്ച ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്തിട്ട് പോയാൽ ഓർത്ത് എത്ര ക്വസ്റ്റ്യൻസ്? 3 ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാ. പിന്നീട് അത് ഞാനിത് വായിച്ചതാണ് ഒരു പ്രാവശ്യമെങ്കിലും കേട്ടോ. ഒരു പ്രാവശ്യം വായിച്ചാൽ നിങ്ങളൊരു ടിക്ക് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും വായിച്ച് ഞാനതൊന്ന് കാണാതെ പറഞ്ഞു നോക്കൂലേ, അതിനാണ് 2 ടിക്ക് എന്ന് പറയുന്നത്. 3 ടിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി എപ്പോൾ ചോദിച്ചാലും കിട്ടും, ഏകദേശം ഒരു പൊസിഷൻ വെച്ചിട്ട് കിട്ടും കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് 3 ടിക്കൊക്കെ എത്തുമ്പോ ഞാനൊക്കെ ഇങ്ങനെയാണ് ആലോചിക്കാം, ഇപ്പൊ പഠിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെ തിയറി വെച്ചിട്ടുണ്ടായി. ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഹെയ്സൻബർഗ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ആലോചിക്കും. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളല്ലേ, നിങ്ങളെ ടീച്ചർ ആരാ ചെയ്യുന്നത് അല്ലെ, എക്സാം ഇടുകയാണ്. അപ്പൊ ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എത്താൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും മാർക്ക് കുറയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ടോപ്പിക്കിലും എങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ നിങ്ങളോട് ചോദിച്ചു നോക്കുക. ഇപ്പൊ ഡീപ് റോളിംഗ് ഒരു ചോദിച്ച ക്വസ്റ്റൻ ആണ് അല്ലെ, ഒരു അസർഷൻ തന്നു, റീസൺ തന്നു, ആ ഒരു ടൈപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി എന്ന് ഒരു അസർഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 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 മാറ്റിയിടാൻ പറ്റണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുവരാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടിക്ക് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ, ഓർത്ത് നോക്കാം. വീണ്ടും ബുക്ക് എല്ലാവരും കൊണ്ടുവരണം കേട്ടോ, മറക്കല്ലേ കേട്ടോ. ഓക്കെ, കേട്ടോ, മറക്കരുത് പ്ലീസ്. അപ്പൊ അത് നിങ്ങൾ ടിക്ക് ചെയ്തേക്കണം, ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന സമയത്ത് ആദ്യം എന്തായാലും എക്സാം ഉണ്ടാവും. ഏതാ എക്സാം? 16 മാർക്ക് 16ലാണ്. എത്ര കിട്ടി എന്നുള്ളത് അപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യും, പേര് വെച്ചിടും കേട്ടോ, ഓർത്ത് നോക്കാം. എക്സാം എഴുതായിട്ടില്ല അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവിടെ ഇത് പഠിക്കാനായിട്ട് വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അത് കിട്ടണം കേട്ടോ, കാരണം ഇതാണ് അതിന്റെ മെയിൻ ബേസ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ മാത്തമാറ്റിക്കൽ ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റൻ ഓർമ്മയുണ്ടോ? ഡെൽറ്റ ഈക്വൽ ടു -2.18 into 10⁻⁻18. ഡെൽറ്റ ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ട് അതിന്റെ ഡെറിവേഷൻ പോലെയൊക്കെ ഞാൻ കാണിച്ചു തന്നു, ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കാം അതില് അല്ലെ, ഡെറിവേഷൻ പോലെ. അപ്പൊ ആ ക്വസ്റ്റനിൽ അത് കിടപ്പുണ്ട് അല്ലെ. പിന്നെ ഒരു വർക്ക് ഫംഗ്ഷൻ വന്ന ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഈ 0 h ന്യൂ 0 അല്ലെ, h ന്യൂ 0 പറഞ്ഞു, അതാണ് മൈൻഡിലുണ്ട്. മൈൻഡിൽ എവിടെയെങ്കിലും ഉണ്ട് h ന്യൂ 0 ഈക്വൽ ടു h ന്യൂ 0 പ്ലസ് ഹാഫ് mv². അതിന്റെ ഇക്വേഷൻ ആണ് ഇത് ഇവിടെ എഴുതിയിട്ടത്. ഇതാണ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ PDF ഞാൻ ഇന്നലെ അയച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഹാഫിനെ സെക്കൻഡ് ഹാഫിനെ. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ എക്സ്പ്ലനേഷൻ വിത്ത് ക്വസ്റ്റൻ ആയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. കിട്ടാതെ നിങ്ങൾ ചോദിക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. അപ്പൊ രാത്രി ഇതുപോലെ എന്തെങ്കിലും സെക്ഷൻ ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ നോക്കാം. നമ്മൾ അതിൽ വേറെ അല്ലെ, നിങ്ങൾ ചോദ്യമൊക്കെ ചോദിച്ച് പേടിപ്പിച്ചൊന്നുമില്ലോ. നമ്മൾ കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തു, 2-3 പറയിപ്പിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അങ്ങനെ ചെറിയതാവുമ്പോൾ നിങ്ങൾക്ക് എഫേർട്ട് കുഴപ്പമുണ്ടാവില്ല കേട്ടോ, ഓർത്ത് വെക്കാം. വൈൻഡപ്പ് ചെയ്യാണ് ഇന്ന് പഠിച്ചത് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. 6 എണ്ണം. ആ പേര് മാത്രം പറഞ്ഞാൽ മതി, ഒരുമിച്ച് പറയാം നമുക്ക് കേട്ടോ. എന്തായിരുന്നു? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, പിന്നെന്തായിരുന്നു? ഡി ബ്രോളി ഇക്വേഷൻ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, നെക്സ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ലാസ്റ്റ് ഹൺസ് റൂൾ കേട്ടോ, ഓർത്ത് നോക്കാം. ഹൺസ് റൂൾ മാത്രമാണ് ഞാൻ ചോദിക്കാഞ്ഞത് കേട്ടോ, ഓർത്ത് നോക്കാം. ശ്രദ്ധിച്ച് കാണും. ഒരാളുടെ അടുത്ത് ചോദിച്ചു അല്ലെ, ബാക്കി ആരുടെ അടുത്തും ചോദിക്കാത്തത്. അതിൽ ഇത്തിരി വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, ഓട്ടോ നോക്കാം. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, നാനോ ഓർബിറ്റൽ അല്ലെ, ബിലോങ് ടു ദി സെയിം കേട്ടോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഒത്തിരി വലുതുണ്ട്, അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ആ